നമസ്കാരം പ്രേക്ഷകരെ ആൻഡ് വെൽക്കം ടു കോമഡി മാസ്റ്റർ. ഇന്ന് നമുക്ക് എപ്പിസോഡ് തുടങ്ങുന്നതിന് മുമ്പ്, നിങ്ങളുടെ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് യാത്രകളെ പറ്റി സംസാരിച്ചാലോ? ഓക്കെ, ബാലചേട്ടനിൽ നിന്നും തുടങ്ങാം. എപ്പോഴെങ്കിലും വീട്ടിലൊന്നും പറയാണ്ട് ഒരു സീക്രട്ട് ആയിട്ട് ഫ്രണ്ട്സിന്റെ കൂടെയോ ഒറ്റയ്ക്കോ ഒരു ദൂരയാത്ര പോയിട്ടുണ്ടോ? ഉണ്ട്. എവിടെ പോയതാ? ഒന്ന് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാവോ? എന്തൊരു ചോദ്യം. അല്ലേ? പറയാതെ പോയ സ്ഥലത്ത് തുറന്നു പറഞ്ഞാൽ പിന്നീട് എങ്ങനെ അങ്ങനെ പോവാൻ പറ്റും? പക്ഷെ ഇപ്പൊ ഞാൻ സത്യം പറയും. പറഞ്ഞോ. എല്ലാരും കാണുമല്ലോ. എനിക്ക് ഈ ചെറുപ്പത്തിൽ എന്താന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര റെസ്ട്രിക്ഷനാണ് എന്റെ വീട്ടില്. പിന്നീട് ഒരു ഏജ് വന്നപ്പോ ലോക്കൽ ഫ്രണ്ട്സ് എല്ലാം ഉണ്ട്. അപ്പൊ ഞാൻ ചോദിക്കും, തിയേറ്ററിലെല്ലാം പോയില്ല. അപ്പൊ ഒരുത്തൻ പറഞ്ഞു, ഏതൊക്കെ പടമൊക്കെ കാണും? ഞങ്ങളെ എല്ലാ രീതിയുടെ പടങ്ങൾ കാണും. എല്ലാ രീതിയും വെച്ചാൽ ഏത് രീതി അങ്ങനൊക്കെ ഉണ്ടോ, പടകളുണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനൊക്കെ പടങ്ങളുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറയാതെ ഒരു പ്രാവശ്യം അങ്ങനെ ഒരു പടം കാണാൻ പോയി. അണ്ണന്റെ കൂടെ മഹാലിംഗം ഉണ്ടായിരുന്നു. അത് ലോക്കൽ ട്രിപ്പ്. അത് ഒരു C ക്ലാസ് തിയേറ്റർ. അത് എങ്ങനെ ഉണ്ടാവും അതെനിക്ക് കാണണം. എന്തെങ്ങനെ ഉണ്ടാവും? അത് ഒരു ഇംഗ്ലീഷ് പടമായിരുന്നു. അപ്പൊ സീൻസ് എല്ലാം അറിയല്ലേ? പടത്തിന്റെ പേര് പറയണ്ട, കഥ പറഞ്ഞു തന്നോ. നോബി അതിലെ കഥ ഉണ്ടായിരുന്നില്ല. ലാംഗ്വേജ് ആരും കേട്ടില്ലല്ലോ. ഇത് തിയേറ്റർ വിസിറ്റിന്റെ കാര്യമല്ലേ പറയുന്നത്? ഞാൻ ഇതല്ല ചോദിക്കുന്നത്. ട്രിപ്പ് പോ. ശരി, നീ ഒരു കാര്യം പറഞ്ഞ ട്രിപ്പ് എന്ന് പറഞ്ഞാൽ അത് പോയത് കണ്ടപ്പോ യൂറോപ്പിൽ പോയിട്ട് വന്ന പ്രതീതിയായിരുന്നു ബാലചേട്ടന്. ഇത് മനസ്സിലാക്കണം. അഖില എവിടെയോ പോകുന്ന കഥ പറഞ്ഞു വരാൻ. ഇതിന്റെ കേറൂല, വേറൊന്നുമില്ല. എന്റെ വീട് തിരുവനന്തപുരത്ത് നെടുമങ്ങാടാണ്. അറിയാം. നെടുമങ്ങാട് ഒരു 15 കിലോമീറ്റർ അപ്പുറേ ഉള്ളൂ തിരുവനന്തപുരം ടൗണിലേക്ക്. അങ്ങനെ ഞാൻ തിരുവനന്തപുരത്ത് PMG വരെ വരുന്നു എന്ന് പറഞ്ഞിട്ട് ഗോവയ്ക്ക് പോയി. 2 ടീഷർട്ടും 1 ജീൻസും. സൂപ്പർ. ശ്രീവിദ്യ? ഞാനില്ലേ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഒരു +2 വരെ ഞാൻ പറയട്ടെ, അന്ത തിയേറ്ററിൽ ശ്രീവിദ്യ ഉണ്ടായിരുന്നു. ചേട്ടനായിരുന്നല്ലേ? പക്ഷേ തലയൊരു തോർത്ത് കിട്ടിയില്ലല്ലേ? ടിക്കറ്റ് കൊടുത്തില്ല. കണ്ടില്ല, ഞാൻ ഇങ്ങനെ ഇരിക്കുന്നു. അങ്ങനെയാ പോയത്. കഥ കൊള്ളാം. നോബി ചേട്ടാ? ഞാൻ ഒരു ദിവസം അമ്മ 30 രൂപ വന്നിട്ട് പറഞ്ഞ് മീൻ വാങ്ങിച്ചോണ്ട് വരാൻ. രാവിലെ എണീരെ പോയി മീൻ വാങ്ങിച്ചോണ്ടോന്ന് പറഞ്ഞ് 30 രൂപ കവറിൽ നിന്ന് ഞാൻ റോട്ടി കയറി എന്റെ കൂട്ടുകാർ ശബരിമല പോണു. പിന്നെ ആ വണ്ടി കയറി ശബരിമല എടുക്കണ്ടേ? ഇല്ലെന്ന് പമ്പയിൽ നിന്ന് അവന്മാര് പോയിട്ട് തിരിച്ചു വന്നിട്ട് ഇവിടെ വന്നിറങ്ങി പിറ്റേന്ന് ഏത് ക്ലാസ്സിൽ പഠിക്കുമ്പോഴും അന്നൊക്കെ 10ാം ക്ലാസ് കഴിഞ്ഞിരിക്കുന്ന സമയം. നോബിയെ സംബന്ധിച്ചിട്ട് വീട്ടിൽ പറയാതെ പോകേണ്ട അവസ്ഥ വന്നിട്ടില്ല. അവര് തന്നെ ശല്യം സഹിക്കുക വയ്യാതെ പൈസ കൊടുത്ത് എങ്ങോട്ടേലും ഒന്ന് പോടാന്ന് പറഞ്ഞു. സത്യമായിട്ട് ഞാൻ വീട്ടിൽ പറയാതെ പോയിട്ടില്ല. നല്ല കാര്യം നോബി ചേട്ടാ, നല്ലൊരു കാര്യം. അതായത് എല്ലാ പിള്ളേരും മാതൃകയാക്കണ്ട. അതൊക്കെ ഡയാന റേഷൻ കട പോണെന്നും പറഞ്ഞ് പോയിട്ട് കന്യാകുമാരി ഞാൻ തിയേറ്ററിലെ നമുക്ക് അടുത്തല്ലേ കന്യാകുമാരി? തിയേറ്ററിലെ പോയിട്ടുള്ളൂ. എപ്പോഴാ? കോളേജ് സ്കൂളിൽ പഠിക്കും. ആ തിയേറ്ററിൽ ഉണ്ടായിരുന്നു. പറഞ്ഞപ്പോ നോബിയുടെ അവിടെ പണം ഓടിച്ചത്. നിങ്ങൾ എല്ലാരും ഓരോ രാജ്യങ്ങളിലൊക്കെ പോയിട്ടുണ്ടാവും. അപ്പം ഏറ്റവും നല്ല പിന്നെ ഗുഡ് ലുക്കിംഗ് ഗേൾസ് ഉള്ള ഒരു സ്ഥലം എവിടെയായിരിക്കും? നെടുമങ്ങാട് ബസ് സ്റ്റാൻഡ്. ഞാൻ പറയട്ടെ, ഏറ്റവും സുന്ദരന്മാര് ഉണ്ടെന്ന് തോന്നിയത് അന്നും ഇന്നും കാസർഗോഡാണ്. കാസർഗോഡ് നിന്ന് കെട്ടാത്ത നീ എന്തിനാ തിരുവനന്തപുരത്ത് ഒന്ന് കല്യാണം കഴിച്ച? എനിക്ക് അങ്ങനെ സൗന്ദര്യത്തോട് ഒരു ആരാധനയില്ല. മൂന്ന് റൗണ്ട് പുട്ടിയിട്ടിട്ടാണ് ഇരിക്കണേ. സൗന്ദര്യത്തിനോട് ബാലചേട്ടനോട് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ പോയിട്ടുള്ള രാജ്യങ്ങളിൽ വെച്ച് ഏറ്റവും സൗന്ദര്യം എന്റെ മനസ്സിലെ ഏറ്റവും കൂടുതൽ സൗന്ദര്യമുള്ള പെണ്ണെന്ന് പറയുന്നത് എന്റെ അമ്മ തന്നെയാണ്. എന്റെ വീട്ടിലുള്ള പെണ്ണിന് തന്നെയാണ്. ആ രാജ്യം എന്റെ വീട് തന്നെയാണ്. കഴിഞ്ഞൊരു എപ്പിസോഡിലെ എന്റെ അമ്മയുടെ നിന്റെ അമ്മയുടെ വീടിന്റെ അടുത്ത് തന്നെ ആ വീട്. ഈ KGF മ്യൂസിക് വായിച്ചില്ലേ? അതെ. ഞാൻ അങ്ങോട്ടും കറക്റ്റ് അതിൽ റോക്കി ബൈയുടെ അമ്മ. അതെ, ഞാൻ ഡയനോട് ചോദിക്കട്ടെ. ഡയനൊക്കെ ഇറങ്ങിയിട്ടുള്ള രാജ്യങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും നല്ല ഉച്ചക്കട അല്ല, നിങ്ങളുടെ അടുത്ത് നോക്കുമ്പോ ഞാൻ ചോദിക്കുന്ന പയ്യന്മാരുടെ കാര്യമായിരിക്കുമല്ലോ. പയ്യന്മാരുടെ കാര്യം മൊറോക്കൻസ്. അതാണ് മൊറോക്കോ. ഇറ്റാലിയൻസ്, റഷ്യൻസ് ഭയങ്കര ഭംഗിയാണ്. ലിസ്റ്റുകൾ ഒരു സെക്കൻഡ് നീ റഷ്യ പോയിട്ടുണ്ടോ? എല്ലാ റഷ്യൻസും ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇങ്ങോട്ട് വന്നാ പോരെ. ബേക്കൽ ഫോർട്ട് കാണാൻ വന്നിട്ടുണ്ട്. ഫോർട്ട്. എന്നാൽ അടുത്ത ചോദ്യം, ഏറ്റവും നല്ല മസാജ് ഉള്ള ഒരു രാജ്യം ഏതാന്ന് ചോദിച്ചാൽ ഇന്ന് തായ്ലൻഡിൽ പോകാന്ന് പറഞ്ഞ
ഞാൻ തായ്ലൻഡിലെ മസാജ് കേട്ടിട്ടുണ്ട്. അപ്പൊ അവിടെ പോയപ്പോ എനിക്ക് ഫസ്റ്റ് പ്രയോറിറ്റി മസാജ് ചെയ്യണമായിരുന്നു. ഞാൻ പോയി. നിങ്ങൾ വിശ്വസിക്കില്ല, 70 വയസ്സായ ഒരു അമ്മൂമ്മ, എന്റെ അച്ഛമ്മയുടെ പ്രായമുള്ള ഒരു അമ്മൂമ്മ, അമ്മൂമ്മ അങ്ങ് കേറി നിന്നിട്ടില്ല. എനിക്ക് എല്ലാം ഒടിയുന്ന ഒച്ച ഇങ്ങനെ കേൾക്കാം. പക്ഷെ അതാണ് വേൾഡിലെ ഏറ്റവും നല്ല മസാജ്. അമ്മൂമ്മ അപ്പൂപ്പനാ? അമ്മൂമ്മ. ഇത് എല്ലോടിഞ്ഞ് നിന്റെ അമ്മ ബാലചേട്ടൻ പറ. ബാലചേട്ടാ, ഞാൻ താമസിക്കുന്ന എന്റെ വീടിന്റെ റോട്ടിലെ തന്നെ മസാജ് സെന്റർ ഉണ്ട്. അതവിടെ ഉണ്ടോ താമസിക്കുന്നത്? പാലാരിവട്ടത്തല്ലേ അത്? അല്ല അണ്ണാ, അതെ, ഞാൻ ഒരു പ്രാവശ്യം പോലും അവിടെ പോയിട്ടില്ല. പക്ഷേ അവിടെ ഒരാൾ വന്നിട്ടുണ്ട്. അതേ എനിക്ക് ഒരു ലീക്ക് ന്യൂസ് വന്നത്. പാലാരിവട്ടത്തല്ലേ? അല്ല, പാലാരിവട്ടത്തല്ലേ? അപ്പൊ നീ വാ. നോബിചേട്ടൻ ഇത്ര പ്രായമൂപ്പുള്ള നോബിചേട്ടൻ അവിടെ ഇരുന്നിട്ടാണോ ഈ പിള്ളേരൊക്കെ ഇങ്ങനെ അയച്ചു വിട്ടിരിക്കുന്നത്? അതാണ് ഞാൻ നോക്കുന്നത്. പിന്നെ തെക്കേക്കരയാണോ വടക്കേക്കരയാണോന്ന് വെച്ചാൽ അങ്ങോട്ടേക്ക് നമുക്ക് അങ്ങോട്ട് പരിപാടിയും കാര്യങ്ങളൊക്കെ തുടങ്ങാം. കണ്ടില്ലടി. മത്സരം തുടങ്ങാം. വേറൊന്നുമില്ല, നമ്മളിപ്പോ എന്തായാലും ഈ മസാജിങ്ങും ട്രാവലിംഗും ഒക്കെ ആണല്ലോ നമ്മൾ സംസാരിച്ചോണ്ടിരുന്നത്. അപ്പൊ നമ്മൾ സാധാരണ എല്ലാവരും ട്രാവലിംഗിന് വേണ്ടിട്ട് ആദ്യം സമീപിക്കുക നമ്മള് ട്രാവൽ അല്ലേ? അങ്ങനെ ഒരു ട്രാവൽ ഏജൻസിയുടെ കഥ നമുക്ക് കാണാം. നിങ്ങളാണോ വടക്കേക്കരയുടെ ഫസ്റ്റ് പെർഫോമൻസ്, ട്രാവൽ ഏജൻസി. ഈശ്വരാ രക്ഷിക്കണേ, എന്നൊരു നല്ല ദിവസമായിരിക്കണേ. എന്റെ വെള്ളിമുങ്ങയെ, നീ കണ്ണും പിടിച്ചെങ്കിരുന്നു. ടൂറിസം മേഖല എല്ലാം താളം തെറ്റിയിരിക്കുകയാണ്. നീയാണ് എന്റെ ഐശ്വര്യം. ചക്കരി ഉമ്മ. ഐശ്വര്യത്തിന്റെ മണി മുഴുങ്ങിക്കഴിഞ്ഞു. ഹലോ ഹലോ ഹലോ, കണ്ണിമാങ്ങ ട്രാവൽസ് അല്ലേ? അപ്പം കണ്ണിമാങ്ങ അച്ചാറ് അങ്ങനെ ഒരു പരിപാടി എനിക്കുണ്ടായിരുന്നു. അത് അമ്മയാണ് നടത്തുന്നത്. ഇത് വെള്ളിമുങ്ങ ട്രാവൽസ്, പറയൂ. എനിക്കൊരു വേളാങ്കണ്ണിയിൽ ഒരു നേർച്ച ഉണ്ടായിരുന്നേ. അയ്യോ, വേളാങ്കണ്ണി ട്രിപ്പ് ഉണ്ടല്ലോ. വേളാങ്കണ്ണിക്ക് 3 ഡേ ട്രിപ്പ് ഉണ്ട്. അയ്യോ, അതിനുള്ള ഭാഗമൊന്നും എനിക്കില്ല എന്റെ പൊന്നാശാലേ. ആ. ഞാൻ വിളിച്ചതേ വേറൊന്നുമല്ല. എന്തോ? ഞാൻ ഒരു കൂട് മെഴുകുതിരി ഒന്ന് കൊണ്ടു തന്നാലേ ആ. ഈ വേളാങ്കണ്ണി ട്രിപ്പിന് പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ കൈ കൊടുത്ത് അതൊന്ന് കത്തിക്കാം. കത്തിക്കാം. ഒരു കാര്യം ചെയ്യാം, മെഴുകുതിരിയായിട്ട് താൻ ഇങ്ങോട്ടേക്ക് വരുമോ? അപ്പം എപ്പോ വരണം? ഇപ്പൊ തന്നെ പറഞ്ഞു. ഒരു 10 മിനിറ്റ് ഉള്ളിൽ വരാവോ? ദാ വരുന്നു, ദാ വരുന്നു. ആ മെഴുകുതിരിയിലിട്ട് തന്നെ ഞാൻ കത്തിക്ക് വെച്ചിട്ട് പോരാ. ഇങ്ങോട്ട് വാ. എന്തിനാ ഇത്ര നാണം? അയ്യോ, ഒരു നാണവും മാനവും വേണ്ട. ഇങ്ങോട്ട് കേറി വാ. അല്ല, ഒരു നിങ്ങൾക്ക് ഫുൾ ഫ്രീഡം ആണ് ഈ വെള്ളിമുങ്ങ റിസർവ്. അതെ ചേട്ടാ, എനിക്കും കാശിക്ക് ഒരു ട്രിപ്പ് പോണം. കാശിക്കോ രാമേശ്വരത്തിനോ ഒന്നും പേടിക്കണ്ട. ഒരു 65,000 രൂപയുടെ ട്രിപ്പ് ഉണ്ട്. വേണം ഞാൻ കുറച്ചൊരു 3,000 രൂപ കുറച്ച് തരാം. അതെ, എനിക്ക് കാശിക്ക് ട്രിപ്പ് പോണം എന്നല്ല പിന്നെ പറഞ്ഞു. എവിടെ പോണ്ടേ? എനിക്കും എന്റെ ന്യൂ ഹസ്ബൻഡ് കാശിനാഥനും കൂടെ ഒരു ഹണിമൂൺ ട്രിപ്പ് പോണം. ശ്ശോ, ഞാനാണല്ലോ മണ്ടന്. പുതുമണവാളനും പുതുമണവാട്ടിക്കും കാശിക്ക് ട്രിപ്പ് പോകേണ്ട കാര്യമുണ്ട്. നിങ്ങൾക്ക് വേറെ വല്ല സ്ഥലം തരാം ഞാൻ. ഞങ്ങളെ കണ്ട പുതുമടിയായിട്ട് തോന്നുന്നു. പിന്നെ പുതുമണിയായിട്ട് തോന്നും. ഇത് വേറെ കാര്യമുണ്ട്. ഇവിടെ രണ്ടാം കണ്ട ഞാൻ ഫ്രഷാ. അയ്യോ, എനിക്ക് അങ്ങനെയല്ല തോന്നിയത്. ഇത് ഫ്രഷ്, ഇത് 2ാം കെട്ട്. അത് പിന്നെ നല്ല ചേർച്ചയുണ്ട്. അതെ മിസ്റ്റർ വെള്ളിമൂങ്ങ, കാൽ കാശിന് വകയില്ലാത്ത ഒരു അലവലാതിയ ജീവിതകാലം ഭർത്താവായിട്ട് ചുമക്കേണ്ട വല്ല കാര്യം എനിക്കുണ്ടോ? ഒരു കാര്യമില്ല. സൂര്യ, ഞാനാണോ? അയ്യോ, എന്റെ ബേബീനെ അല്ല, എന്റെ ആദ്യത്തെ ഭർത്താവില്ലേ, അങ്ങനെ കാര്യം പറഞ്ഞതാ. അവനാണോ? അവനാണ് അങ്ങനെയല്ല, പരമതെറ്റ നാറി, അങ്ങനെ പറയണം. അതാണ് പരമതെറ്റ നാറി അലവലാതിയായ ആദ്യത്തെ ഭർത്താവിനെ കളഞ്ഞിട്ടാണ് എന്റെ 2ാമത്തെ ഭർത്താവ് കാശെത്തുമ്പ പോലത്തെ കാശിനാഥനെ ഞാൻ കല്യാണം കഴിച്ചത്. ഇങ്ങനെയുള്ള ആൾക്കാർ ഞങ്ങൾ ഭയങ്കര പ്രോത്സാഹനമാണ് കൊടുക്കുന്നത്. അവരുണ്ടെങ്കിലേ ഞങ്ങളെപ്പോലുള്ള ഈ പ്രസ്ഥാനം വളരത്തുള്ളൂ. നിങ്ങളുടെ ഈ പഴയ ഭർത്താവില്ലേ, ആ മണകുണാഞ്ചന്റെ കാര്യം പറഞ്ഞില്ലായിരുന്നു? ആ പുള്ളി 2ാമത്. അതൊക്കെ എന്തിനാ ഇപ്പൊ പറയുന്നത്? അല്ലാതെ പറയേണ്ട ആവശ്യമില്ല. അങ്ങനെ പറയാം. ഞങ്ങൾ എന്തിനാ വന്നത്? ട്രാവൽ ഏജൻസി ബുക്ക് ചെയ്യാൻ വേണ്ടിയില്ല വന്നത്. അതെ. നിങ്ങൾ എന്തിനാ അയാളുടെ കാര്യം പറയുന്നത്? അല്ല, അങ്ങനെ അത് പറയേണ്ട ആവശ്യമില്ല. അവളുടെ മുഖം തന്നെ വാടി. എന്റെ ഉള്ളിൽ കരയാണ് നിന്ന്. എന്തിനാ അയാളുടെ കാര്യം പറയുന്നത്? എനിക്ക് വല്ല കാര്യമുണ്ടോ പറയാൻ? അയാളെങ്ങനെ കണ്ണുമ്പോ കണ്ടാണ്ടല്ലോ. കണ്ടാ ഞാൻ നുള്ളും. എന്നെ കൊണ്ട് അടിക്കാൻ പറ്റില്ല, നുള്ളും. അല്ല, നീ അടി കൊടുക്കും എങ്കിലും ഇവക്ക് ഇഷ്ടപ്പെടുത്തുള്ളൂ. മാഡം, ഞാൻ വേറെ ഒന്നുകൊണ്ട് പറഞ്ഞല്ല മാഡം. നമുക്ക് ഇങ്ങനെയുള്ള ആൾക്കാരെ പരിചയപ്പെട്ടിരുന്നെങ്കിലല്ലേ നമ്മുടെ കാര്യങ്ങൾക്ക് തീരുമാനം ഉണ്ടാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് നിന്റെ ഒരു ടെൻഷനും വേണ്ട നിനക്ക്. എന്റെ ആദ്യ ഭർത്താവിന്റെ കാര്യം പറയാൻ പറഞ്ഞത്. ദേ വന്ന് നിൽക്കുന്നു മണവണാഞ്ചൻ. സാർ ഇപ്പൊ തന്ന ഇല്ലേ, അത് എനിക്കല്ല തരണ്ടേ, ഈ നിൽക്കുന്നവനാ കൊടുക്കേണ്ടത്. ഇദ്ദേഹമാണ് ഇവളുടെ ഭർത്താവ്. സോറി. സാറിന് എവിടെയാണ് പോണ്ടത് പറഞ്ഞു.
യങ് കപ്പിൾസിന് പറ്റിയ നല്ല ഹണിമൂൺ പാക്കേജ് ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേ. അയ്യടാ ഒരു യങ്കപ്പിള് അവന്റെ കോഴിവാലം കെട്ടിട്ട് നിക്കണോട്ടോ കള്ളക്കളവൻ. അതെ, ഇവിടെ ആദ്യം വന്നത് ഞങ്ങളാണ്. ഞങ്ങളുടെ ഹണിമൂണ് കഴിഞ്ഞിട്ട് മതി അവരുടെ കാര്യത്തിൽ തീരുമാനം എടുക്കുന്നത്. സാർ അത് കറഞ്ഞ് കറക്റ്റാണ്. ഇദ്ദേഹമാണ് ആദ്യം വന്നത്. വിടറേ പറഞ്ഞു വിടറേ. മാഡം, നിങ്ങൾക്ക് എവിടെ പോകാനാണ് താല്പര്യം? അവൾക്ക് എവിടെ പോകാനും താല്പര്യമാണ്. താങ്കൾ ദൈവത്തെ ഓർത്തൊന്നും മിണ്ടായിരിക്കും. എനിക്ക് ആദ്യം വന്ന കസ്റ്റമർ വെള്ളിമൂങ്ങ, നീ എന്റെ കൂടെ നിൽക്കണം, അല്ലെ കൈ നെല്ലാം പോകുന്നു. നമുക്ക് 2-3 സ്ഥലങ്ങളുണ്ട്, നമുക്ക് എവിടെ വേണമെങ്കിലും പോകാം. ഏഷ്യ ഉണ്ട്, യൂറോപ്പ് ഉണ്ട്, ആഫ്രിക്ക ഉണ്ട്. അവിടെ ഒന്നും വിടണ്ട. അവളെ വിടേണ്ടത് അന്റാർട്ടിക്കയിൽ. അവിടെ നല്ല സ്ഥലമല്ലേ? പിന്നെ അന്റാർട്ടിക്കയിൽ അവിടെയാണ് അവൾ. അയ്യോ വേണ്ട മോനെ, അന്റാർട്ടിക്കയിൽ വിടണ്ട. വേണ്ടേ? പെങ്കിനുകളെ തമ്മിൽ ഇവൾ തെറ്റിക്കും. അത്രക്ക് കയ്യിലിരിപ്പാണ് അവളുടെ. വായിലൊക്കെ കൊള്ളൂല മോനെ. വേണ്ട, അവിടെ വിടണ്ട. ചേട്ടാ എന്നാ പിന്നെ അന്റാർട്ടിക്ക നമുക്ക് പോവാ. അതിനാണല്ലോ ഡാർലിംഗ്. അതെ, ഈ പെങ്കിനുകളുടെ ഇങ്ങനെ പോണാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം ചേട്ടാ. ബെസ്റ്റ് അന്റാർട്ടിക്ക കൊണ്ടുപോകാൻ പറ്റിയ സാധനം. ആ പെങ്കിന്റെ അടുത്തോണെങ്കിൽ ഈ കാട്ടുപോത്തിനെ കൊണ്ട് ജീവനം കൊണ്ട് അവർ ഓടും. നിനക്ക് അങ്ങനെ വേണം. നിനക്ക് അങ്ങനെ വേണം. നമുക്ക് ഒരു കാര്യം ചെയ്യാം. കുണു പറയാണ്ട് കാര്യം പറ. മണാലി അവിടെ ആ കുണു മണാലി പറ്റിയ സ്ഥലമാണ്. കുളിമുറി കയറിയ നിന്ന് തണുത്ത് പറക്കുന്നവളാണ്. അവളെ തന്നെ കുണു മണാലിയിലേക്ക് കൊണ്ടോ. ഞാനൊരു കാര്യം പറയാം. ഞാൻ തണുത്ത് പറക്കലുള്ളൂ, തണുപ്പോലെ കൂർക്കം വലിക്കുന്നൊന്നുമില്ലല്ലോ. കൂർക്കം വലിക്കോ? അയ്യോ കേട്ടില്ലേ? പൊന്നോ, ദുരന്ത എക്സ്പ്രസ് മാറി നിൽക്കും. കല്യാണം കഴിഞ്ഞ പുതുമോടിയല്ലേ, കുറച്ചു ദിവസം കഴിയട്ടെ, പല പല സൗണ്ടുകൾ അങ്ങോട്ട് കേട്ട് തുടങ്ങും. കോമഡി കോമഡി. നിനക്ക് മീൻ വെട്ടാനും തുണി കഴുകാനൊക്കെ അറിയാമോ? തുണി കഴുകാൻ അറിയാം, പക്ഷെ മീൻ വെട്ടാൻ അറിഞ്ഞൂടാ. എന്നാ മീൻ വെട്ടാൻ പെട്ടെന്ന് പോയി പഠിച്ചോ. അല്ലെങ്കിൽ നിന്റെ പെടലിക്കിട്ട് അവള് വെട്ടും ഇതുപോലെ. സാർ അത് വിട്. സാർ ഇപ്പൊ വന്ന കാര്യം പറ. സാറിന് ഇപ്പൊ എവിടെ പോകണം? ഞങ്ങൾക്ക് പോകേണ്ടത് പട്ടായ. പട്ടായ നല്ല സ്ഥലമാണ്. ഒരു 75,000 രൂപയുടെ പാക്കേജ് ഉണ്ട്. ക്യാഷ് നമുക്കൊരു വിഷയമല്ല, നമുക്ക് സെറ്റ് ചെയ്യാം. ബുക്കിംഗ് എടുത്തോളൂ. അയ്യോ പട്ടായിക്ക് പോവാൻ പറ്റിയ ഒരാള് എന്റെ പൊന്നു വെച്ച അങ്ങോട്ടൊന്നും കൊണ്ടുപോവല്ലേ. ഇവിടെ തിരുവനന്തപുരം കണ്ടിട്ടല്ലോ, അവിടത്തെ കോവളത്ത് പോയാൽ അവിടുത്തെ മദാമ്മമാരെ ചാപ്പ് ചന്തം നോക്കി നടക്കുന്ന വായി നോക്കിയാ നിങ്ങൾ. സായിപ്പുമാരുടെ വായിൽ നോക്കണം. തനിക്ക് മദാമ്മനെ നോക്കാൻ എനിക്ക് സായിപ്പ് നോക്കുന്നത് എന്താ കുഴപ്പം? കൊറേ നാളായി ഇവിടെ സഹിക്കാൻ പറ്റാത്ത ഞാൻ ഒഴിവാക്കിയത്. മീറ്റർ റീഡിംഗ് എടുക്കാൻ സതീശനുമായിട്ട് നീ ഉമ്മ വെച്ച് കളിച്ചില്ലടി. മോദനം കാണാതെ പോയിട്ട് ഞാനും അവളെ കൂടി തപ്പിക്കൊണ്ടിരിക്കുന്നു. സമാധാനം തരത്തില്ല എനിക്ക്. എന്റെ ഓഫീസിൽ കയറിയിട്ടാണ് ഇവന് വർത്താനം പറഞ്ഞത്. സോറി തുമ്പി തുമ്പി. അതെ, ഒന്ന് മാറണേ. ഇതൊന്നും കേട്ടിരിക്കാൻ മേകത്തോണ്ട് പറയാണ്. കാശിക്കും തുമ്പയ്ക്കും പറ്റിയ ഒരു ഹണിമൂൺ ട്രിപ്പ് ഉണ്ടോ? കാശി തുമ്പ ഇപ്പോഴാണ് കറക്റ്റ് മാച്ച് ആയത്. നിങ്ങൾക്ക് 2 പേർക്കും പറ്റിയ ഒരു നോർമൽ പാക്കേജ് ഉണ്ട്. വാഗമൺ 7,500 രൂപയ്ക്ക് സെറ്റ് ചെയ്യട്ടെ. ഞാനൊന്നും മാറിയ ഗ്യാപ്പില് നീ കാശി തുമ്പ കളിക്കാൻ തുടങ്ങിയ, നീ വാഗമൺ പോവാൻ തുടങ്ങിയ. വിടാടി നിന്നെ ഞാൻ ട്രിപ്പ് വിടാടി. ആശുപത്രിയിലേക്കാടി നിന്റെ ട്രിപ്പ്. നിന്റെ കാശി തുമ്പേ തുമ്പേ എന്താണ് തുമ്പെന്ന് പറഞ്ഞോണ്ടിരിക്കുന്നത് നിങ്ങളെ? അയ്യോ എന്തൊരു നാണം കുണിയായിരുന്നു. അയ്യോ അതിലും വലിയ അളവത്തിയാണല്ലോ ഇത്. നടക്കങ്ങോട്ട് ബാക്കിയുള്ളത് ഞാൻ വീട്ടിൽ വെച്ചപ്പോ അങ്ങോട്ട് തുമ്പലപ്പോ. തുമ്പയും പോയി, തമ്പനും പോയി, തുമ്പിയും പോയി, ഞാനും പോയി. ഹലോ 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 ഹലോ, വെള്ളിമുങ്ങയല്ലേ? അതെ, വെള്ളിമുങ്ങ സ്പീക്കിംഗ്. ഒരു ഹണിമൂൺ ട്രിപ്പ് ഒന്ന് ബുക്ക് ചെയ്യണമായിരുന്നു. ഹണിമൂൺ ട്രിപ്പ്. എനിക്കൊരു കാര്യം അറിയാനുണ്ട്. ഈ ഫസ്റ്റ് മാരേജ് ആണോ അതോ സെക്കൻഡ് മാരേജ് ആണോ? അയ്യോ, സെക്കൻഡ് മാരേജ് ഒന്നുമല്ല, തേർഡ് മാരേജാ. എന്റെ വെള്ളിമൂങ്ങേ, മൊത്തത്തി മൂങ്ങി നീ. Welcome back viewers, welcome back to Comedy Master.
അങ്ങനെയൊക്കെയുള്ള പെർഫോമൻസ് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി അടുത്തത് ഡയാന ആൻഡ് ടീം. അല്ല ഇവര് ട്രാവൽസ് ഇതല്ലേ എടുത്തത്? ആന്നു. ബുക്കിംഗ് ട്രാവൽസ്. ആന്നു. ഞങ്ങൾ ഈ ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും അറിയുന്ന ഒരൊറ്റ ആളിനെയാണ് ഇറക്കാൻ പോകുന്നത്. ഡയാനയാണോ വരാൻ പോകുന്നത്? അതായത് URF റെക്കോർഡ് എന്ന് കേട്ടിട്ടുണ്ടോ? ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ്. അത് കേട്ടിട്ടുണ്ട്. ലോകത്ത് എത്ര രാജ്യങ്ങളുണ്ടെന്ന് അറിയാവോ? പിന്നെ 193. എന്നാൽ 193 രാജ്യങ്ങളുണ്ട് നമ്മുടെ ലോകത്ത്. ഈ 193 രാജ്യങ്ങളുടെയും പേരുകളും അതിന്റെ ക്യാപിറ്റല് എല്ലാ ഡീറ്റെയിൽസും ആൽഫബറ്റിക്കൽ ഓർഡറിൽ പറയുന്ന ഒരു മഹാൻ. ഐ ഒബ്ജക്ട് യുവർ ഓണർ. യെസ് യുവർ ഓണർ. 95 അല്ലേ? രാജ്യങ്ങൾ 195 ആണ്. 5 ആണോ 3 ആണോ എന്നുള്ളത് നമുക്ക് ഇപ്പൊ അറിയാം. ആരാ വരാൻ പോകുന്നത്? ഡോക്ടർ രാജേഷ് മഹേശ്വർ. സ്വാഗതം ചെയ്യാം ഡോക്ടർ രാജേഷ് മഹേശ്വർ. ഡോക്ടറെ, എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് ഞാൻ ആദ്യം പറയട്ടെ, ഇവിടെ ഒരു തർക്കം നടക്കുകയാണ്. 2 കരക്കാരുണ്ട്, വടക്കേക്കരയും തെക്കേക്കരയും. അവർക്ക് തമ്മിൽ ആദ്യമാണ് വഴക്ക് നടന്നിരിക്കുന്നത്, എത്ര രാജ്യമുണ്ടെന്നുള്ളത്. വടക്കേക്കരക്കാർ പറഞ്ഞു എത്ര രാജ്യമുണ്ടെന്നാണ് പറഞ്ഞത്? 193 എന്റെ ഒരു ഓർമ്മ. വടക്കേക്കരക്കാർ എത്ര പറയുന്നേ? 195. ഇതിലേതാണ് ശരി? 2 തെറ്റാണ്. 193 പ്ലസ് 2 രാജ്യങ്ങൾ ഒബ്സർവർ ആണ്. പലസ്തീനും വത്തിക്കാൻ സിറ്റി. വത്തിക്കാൻ സിറ്റിയുടെ പേര് ഈ അടുത്ത സമയത്ത് മാറി. അതെ, ഹോളി സീ. ഹോളി സീ എന്നാണ്. ഹോളി സീറ്റർ എന്ന് പറയുന്നത് പോപ്പാണ്. അതിനു മുമ്പ് വേറെ കാര്യം ചോദിക്കട്ടെ, ശ്രീവിദ്യക്ക് വെത്തിക്കാൻ സിറ്റി ഉണ്ടെന്ന് തന്നെ അറിയോന്നറിയില്ല. ഈ എപ്പിസോഡിൽ എന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഞാനൊരു ബ്രേക്ക് എടുത്തിട്ട് ഞാൻ വത്തിക്കാൻ പോയിട്ടുണ്ട്. വെത്തിക്കാൻ പോയിട്ടുണ്ട്. വാവ്, നൈസ്. ഞാൻ കത്തിക്കാൻ പോയിട്ടുണ്ട്. അത് ഇവിടുന്ന് ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നുണ്ടല്ലോ. ഡോക്ടറിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ആൽഫബറ്റിക്കൽ ഓർഡറിൽ ഈ പറയുന്ന രാജ്യങ്ങളുടെ പേരുകൾ എല്ലാം പറയും എന്നാണ് പറഞ്ഞത്. ഇത്ര ടൈമിനുള്ളിൽ എന്നാണോ അത്? അല്ല, എനിക്ക് റെക്കോർഡ് കിട്ടിയത് URFന്റെ വേൾഡ് റെക്കോർഡ് കിട്ടിയത് 1 മിനിറ്റും 7 സെക്കൻഡ്. അഥവാ 67 സെക്കൻഡ്സ് കൊണ്ടാണ് ഈ രാജ്യങ്ങളെ എല്ലാ രാജ്യങ്ങളെ അടുക്കിയത്. പക്ഷേ അത് ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. അത്രയും ഫാസ്റ്റ് ആണ്. ഞാൻ അന്ന് റെക്കോർഡിന് വേണ്ടി പറഞ്ഞതാണ്. ഇവിടെ നമ്മള് അത് കൃത്യമായിട്ട് പറഞ്ഞു പോവാം. ഓക്കെ, കൃത്യമായിട്ട് പറഞ്ഞാലും ഇവിടെ മനസ്സിലാവില്ല ചേട്ടാ. അപ്പോൾ ഓക്കെ. ഓക്കെ. അഫ്ഗാനിസ്ഥാൻ, അൽബേനിയ, അൾജീരിയ, അൻഡോറ, അങ്കോള, ആന്റിഗ്വ ആൻഡ് ബാർബുഡ, അർജന്റീന, അർമേനിയ, ഓസ്ട്രേലിയ, ആസ്ട്രിയ, അസർബൈജാൻ, ബഹമാസ്, ബഹ്റൈൻ, ബംഗ്ലാദേശ്, ബാർബഡോസ്, ബിലാറസ്, ബെൽജിയം, ബെലീസ്, ബെനിൻ, ഭൂട്ടാൻ, ബൊളീവിയ, ബോസ്നിയ ഹെർസഗോവിന, ബോട്സ്വാന, ബ്രസീൽ, ബ്രൂണൈ, ബൾഗേറിയ, ബുർക്കിന ഫാസോ, ബുറുണ്ടി, കംബോഡിയ, കാമറൂൺ, കാനഡ, കേപ്പ് വെർദെ, സെൻട്രൽ ആഫ്രിക്കൻ റിപ്പബ്ലിക്, ചാഡ്, ചിലി, ചൈന, കൊളംബിയ, കോമറോസ്, കോങ്കോ, ഫോർമലിസെയർ, കോങ്കോ, കോസ്റ്റാറിക്ക, കോട്ട് ഡിവർ, ക്രൊയേഷ്യ, ക്യൂബ, സൈപ്രസ്, ചെക്ക് റിപ്പബ്ലിക്, ഡെൻമാർക്ക്, ജിബോട്ടി, ഡൊമിനിക്കൻ റിപ്പബ്ലിക്, ഈസ്റ്റ് തൈമൂർ, ഇക്വഡോർ, ഈജിപ്റ്റ്, എൽ സാൽവഡോർ, ഇക്വറ്റോറിയൽ ഗിനി, എർത്രിയ, എസ്റ്റോണിയ, എത്യോപ്യ, ഫിജി, ഫിൻലൻഡ്, ഫ്രാൻസ്, ഗാബോൺ, ഗാംബിയ, ജോർജിയ, ജർമ്മനി, ഖാന, ഗ്രീസ്, കനഡ, ഗോട്ടിമാല, ഗിനി, ഗിനിവസാവ്, ഗയാന, ഹേത്തി, ഹോണ്ട്രാസ്, ഹംഗറി, ഐസ്ലൻഡ്, ഇന്ത്യ, ഇന്തോനേഷ്യ, ഇറാൻ, ഇറാഖ്, അയർലൻഡ്, ഇസ്രായേൽ, ഇറ്റലി, ജമൈക്ക, ജപ്പാൻ, ജോർദാൻ, കസാഖിസ്ഥാൻ, കെനിയ, കിരിബാത്തി, കൊറിയ നോർത്ത്, കൊറിയ സൗത്ത്, കുവൈറ്റ്, കിർഗിസ്ഥാൻ, ലാവോസ്, ലാറ്റ്വിയ, ലെബനൻ, ലെസോത്തോ, ലൈബീരിയ, ലിബിയ, ലിച്ചസിൻ, ലിത്വാൻ, ലക്സംബർഗ്, മാസ്റ്റോണിയ, മലേഷ്യ, മാലദ്വീപ്സ്, മാലി, മാൾട്ട, മാർഷലൻസ്, മൗറിട്ടാനിയ, മൗറീഷ്യസ്, മെക്സിക്കോ, മൈക്രോനേഷ്യ, മോൾഡോ, മൊറോക്കോ, മംഗോളിയ, മോണിഗ്രോ, മൊറോക്കോ, മൊസാംബിക്, മ്യാൻമാർ, നമീബിയ, നൗറു, നേപ്പാൾ, നെതർലൻഡ്, ന്യൂസിലൻഡ്, നിക്കരാഗ്വ, നൈഗർ, നൈജീരിയ, നോർവേ, ഒമാൻ, പാകിസ്ഥാൻ, പലാവ്, പനാമ, പപ്പുവ ന്യൂഗിനി, പരാഗ്വേ, പെറു, ഫിലിപ്പീൻസ്, പോളണ്ട്, പോർച്ചുഗൽ, ഖത്തർ, റൊമേനിയ, റഷ്യ, റുവാണ്ട, സമോ, സാൻ മാർനോ, സാവറ്റൻ, പ്രിൻസിപ്പൽ, സൗദി അറേബ്യ, സെനഗൽ, സെർബിയ, സേഷൽസ്, സ്വിറ്റ്സർലൻഡ്, സിംഗപ്പൂർ, സ്ലോവാക്യ, സോളമൻ, സൊമാലിയ, സൗത്ത് ആഫ്രിക്ക, സ്പെയിൻ, ശ്രീലങ്ക, സെൻറ്റ് ലൂസിയ, സെന്റ് വിൻസെന്റ്, ഗ്രാൻസ്, സുഡാൻ, സൂർണെ, സാസിൽ, സ്വിറ്റ്സർലൻഡ്, സിറിയ, തജിക്കിസ്ഥാൻ, തൻസാനിയ, തായ്ലൻഡ്, ടോഗോ, ട്രിനിഡാഡ്, ടൊബാഗോ, ട്യൂണീഷ്യ, ടർക്ക്മെനിസ്ഥാൻ, ടുവാൾ, ഉഗാണ്ട, ഉക്രൈൻ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, ഉറുഗ്വേ, ഉസ്ബെക്കിസ്ഥാൻ, വനാട്ടു, വെനിസുല, വിയറ്റ്നാം, യമൻ, സാംബിയ, സിംബാബ്വെ. ഒരു ട്രെയിൻ ഓടി തീർന്ന പോലെ. ഭാഷ സംസാരിക്കുന്ന പോലെ ഉണ്ടായിരുന്നു. എന്തോ ഒരു അറിയാത്ത ഭാഷ എങ്ങനെ സംസാരിക്കണ പോലെ. അതില് ചാടിച്ചിലി മാത്രം ഞാനൊന്ന് ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുള്ള എസ്സിലാണല്ലേ ഏട്ടാ? ഡോക്ടർ, ഞാൻ ഈ അടുത്തിടയ്ക്ക് ബ്രൂണെ എന്ന് പറഞ്ഞ രാജ്യത്ത് പോയിട്ടുണ്ടായിരുന്നു. ബ്രൂണയുടെ ക്യാപിറ്റൽ ഭയങ്കര രസമുള്ളൊരു പേരാണ്, പറയോ? ക്യാപിറ്റൽ എന്ന് പറയുന്നത് ബന്ദർ സേരി ഭഗ്വാൻ. കറൻസി ബ്രൂണൈ ഡോളർ. അതെ അതെ. ചേട്ടാ, അയർലൻഡ് റെക്ജാവിക്, കറൻസി ക്രോണൈ. ഓ, അടിപൊളി. ചേട്ടാ, ഞാൻ സമ്മതിച്ചു. വെറുതെ ഒരു രാജ്യം ചോദിച്ചോ? ചോദിക്കട്ടോ. ഹോങ്കോങ്ങിന്റെ തലസ്ഥാനം. ഹോങ്കോങ് ക്യാപിറ്റൽ വിക്ടോറിയ. കറൻസി ഹോങ്കോങ് ഡോളർ. ബാലചേട്ടൻ ചോദിച്ചോ? പോളണ്ട് ക്യാപിറ്റൽ വാട്സ, കറൻസി സ്ലോട്ടി. ഇത് വേറെ കാര്യമുണ്ട്, എനിക്ക് എന്തുകൊണ്ടെങ്കിലും പറയാം. ഞങ്ങൾക്ക് അറിയില്ല. നമുക്ക് കറക്റ്റ് ആയിട്ട് ഇത് സത്യമാണെന്ന് അറിയണമെങ്കിൽ ഇന്ത്യയുടെ തലസ്ഥാനം ന്യൂഡൽഹി. കറൻസി പറയാ എന്താന്ന്? രൂപ. അയ്യോ, ചേട്ടാ, എനിക്ക് മ്യാൻമാർ. എങ്ങനെ ഏതാണ്? ക്യാപിറ്റ
ഞാപിറ്റ കറൻസി ക്യാറ്റ് ആണ്. ഞാൻ ഫിറ്റാന്നാണോ ഞാപിറ്റ ഫിറ്റാണെന്ന് ഞാൻ കേട്ടോ ഞാൻ ഇത് ഈ രാജ്യം കൂടെ കൂടെ തലസ്ഥാനം ക്യാപിറ്റൽ മാറിക്കൊണ്ടിരിക്കും. അതെന്താ ഏതിന്റെ മ്യാൻമാറിന്റെ മ്യാൻമാർ ആദ്യമേ റംഗൂൺ ആയിരുന്നു, പഴയ ബർമ്മ. ബർമ്മയാണ് പിന്നെ മ്യാൻമാർ ആയത്. ഇത് അന്ന് റംഗൂൺ ആയിരുന്നു, ഇപ്പം ഞാപിറ്റയാണ് അതിന്റെ തലസ്ഥാനം. അതിന്റെ കറൻസിയാണ് രസം, ക്യാറ്റ് എന്ന് പറയും. പിന്നെ ഡോക്ടറിന് കേരളത്തിലെ എല്ലാ കോൺസ്റ്റിറ്റ്യുവൻസിയിലെയും MLA മാരുടെ പേരുകൾ കൃത്യമായിട്ട് അതും അറിയാം അല്ലെ? അരുവിക്കര MLA പേരെന്താ? ജി സ്റ്റീഫൻ. ഡോക്ടർ നിയമം നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയാണ്. ശിവൻകുട്ടി അവർകളാണ് നേമത്തെ MLA. മൈ മണ്ഡലം നെടുമങ്ങാട് അഡ്വക്കേറ്റ് GR അനിലാണ്. അതെ അതെ അതെ. ഡോക്ടർ ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്നപ്പോൾ എന്റെ ബുദ്ധിയിൽ വന്നൊരു സംഭവമാണ്. അതായത് ഒരു റയറസ്റ്റ് കൺട്രി, അതിന്റെ ക്യാപിറ്റലും കറൻസിയും പറയണം. തുവാലു എന്ന് പറയുന്ന ഒരു കൺട്രി ഉണ്ടല്ലോ. ഉണ്ട്. ഫുണാഫുട്ടി. ചേട്ടൻ നമ്മളെ വേറെ ഏത് ഭാഷയിൽ ചീത്ത വിളിക്കല്ലോ. എനിക്ക് എങ്ങനെ അല്ല, ഇത് ഞാൻ റാൻഡംലി ഒന്ന് ഞാൻ വെറുതെ ചോദിച്ചതാണ്. അല്ല, നമ്മളത് അവിടെ ചെക്ക് ചെയ്ത് നേരത്തെ ഞങ്ങൾ ഇങ്ങനെ എടുത്തു വെച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ നോക്കിയിട്ട് പറയാൻ എളുപ്പമായിരിക്കും. അതെ, ഒരു സംശയം കൂടെ ജലദോഷ സമയത്ത് പറയാലേ. ഇതൊക്കെ എങ്ങനെ ഇത്ര ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ ഇതെല്ലാം എങ്ങനെ പഠിച്ചെടുത്തേ? ഇത് വേറെ പ്രത്യേകിച്ചൊന്നുമല്ല, PSCക്ക് പഠിച്ച് വളരെ ഇൻട്രസ്റ്റ് ആയി. ഡോക്ടറേറ്റ് കിട്ടിയത് ഏത് വിഷയത്തിലാ? അത് എനിക്ക് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്കാണ്, എഡ്യൂക്കേഷണൽ ആക്ടിവിറ്റീസിനാണ് എനിക്ക് ഈ ഹോണററി ഡീലിറ്റ് ഡോക്ടർ ഓഫ് ലെറ്റേഴ്സ് എന്ന ബിരുദം എനിക്ക് ലഭിച്ചത്. ഞങ്ങളിവിടെ ശ്രീവിദ്യക്ക് അടുത്ത അമൃത ചാനൽ ഡോക്ടറേറ്റ് കൊടുക്കുന്നുണ്ട്. ചളിക്ക് അത് ചേട്ടന്റെ ഏരിയ അല്ല, വേറെ. ഞാൻ വേറൊരു സംശയം ചോദിച്ചോട്ടോ. ദൈവമേ, ശ്രീവിദ്യ സംശയം ചോദിക്കാൻ പോയിക്കാണ്. ഡോക്ടറെ റെഡിയാണ്. നിയോജക മണ്ഡലം ഏത്? നീ വോട്ടിടുന്ന നിന്റെ MLA പേരെന്താ? അങ്ങനെയില്ല, എനിക്ക് കേരളത്തിലെ എല്ലാം എന്റെയാണ്. നിന്റെ നിയോജക മണ്ഡലം പറ. എന്റെ നിയോജക മണ്ഡലം ഉദുമയുണ്ടല്ലോ, CH കുഞ്ഞമ്പു. അയ്യോ എന്റെ അച്ഛൻ അയ്യോ ആണ് അച്ഛനാണോ? എന്റെ അച്ഛന്റെ പേര് കുഞ്ഞമ്പു എന്നാണ്, പക്ഷെ CH കുഞ്ഞമ്പു ആണ്. ഞാൻ കേട്ടിട്ടുണ്ട് ചേട്ടൻ പിന്നെ എല്ലാ രജിസ്ട്രേഷൻ വെഹിക്കിൾ രജിസ്ട്രേഷൻ പറയും എന്നുള്ളത്. എവിടെയാ? കാഞ്ഞങ്ങാട്. എനിക്കറിയാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ കാട്ടാക്കടത്ത് രജിസ്ട്രേഷൻ നമ്പർ എത്ര? കാട്ടാക്കട 74 അതെ അതെ. പാറശാല 19 പാറശാല. 19 നെടുമങ്ങാട്. 21 നെടുമങ്ങാട്. ചേട്ടാ 20 എവിടെയാ? 20 നെയ്യാറ്റിങ്കര ആണ്. കൊട്ടാരക്കര 24. ഏറ്റവും ലാസ്റ്റ് വന്നിരിക്കുന്ന ഏതാണ്? 86 പയ്യന്നൂർ. 86 പയ്യന്നൂർ. ചേട്ടാ അതുപോലെ ഈ പെമ്പിള്ളേരുടെ നമ്പർ വല്ലതും സ്റ്റോർ ചെയ്ത് ഇല്ല ഇല്ല ഇല്ല. അങ്ങനെ നമുക്ക് 14 രജിസ്ട്രേഷൻ ആയിരുന്നു ആദ്യം, പിന്നീട് KSRTC 15. അതെ, അത് കഴിഞ്ഞ് അടുത്ത രജിസ്ട്രേഷൻ ഏതെന്നറിയാമോ? 16 KL16 ആറ്റിങ്ങലാണ്. ആറ്റിങ്ങലും. വീട്ടിലെ ഫാമിലി ആരൊക്കെയാ ഉള്ളത്? വീട്ടിലും വൈഫ് അഡ്വക്കേറ്റ് ആണ്, 2 മക്കള്, ആൺമക്കള്. ഒരാൾ 8ലും ഒരാൾ 5ലും പഠിക്കുന്നു. അവർക്ക് ഈ പറഞ്ഞ പോലെ മെമ്മറി ഗ്രാസ്പിംഗ് വരുന്നല്ലേ, കുഞ്ഞുങ്ങളല്ലേ, പഠിച്ചു വരുന്നല്ലേ ഉള്ളൂ. ആണ്. നമ്മള് സാധാരണ സിലബസ്, അതായത് സ്കൂളിലെ ടെക്സ്റ്റ് ബുക്സ് അല്ലെങ്കിൽ ഇതൊക്കെ പഠിക്കുന്നു, അതും ഇതുമായിട്ട് ശരിക്കും പറഞ്ഞാൽ ബന്ധം ഉണ്ടാവില്ലേ? നമ്മള് ഈ പഠിക്കുന്ന സമയത്ത് ഇപ്പൊ ചിലപ്പം അധ്യാപകർക്ക് അറിയാത്തൊരു അറിവ് ഞാൻ ഇവിടെ പറയാൻ പോയാ. അപ്പൊ നമുക്കറിയാം ലോകത്തിലാകെ എത്ര ഭൂഖണ്ഡങ്ങളെന്ന് ചോദിച്ചാൽ ഇപ്പോഴും അധ്യാപകർ പറഞ്ഞു കൊടുക്കുന്നത് 7 ഭൂഖണ്ഡം എന്നാണ്. കോണ്ടിനെന്റ്സ് ആണോ? കോണ്ടിനെന്റ്സ്. 7. അപ്പം അത് ഒരിക്കലും അത് തെറ്റാണ്. അത് പഴയ അത് പോയി, അത് ഔട്ട് മോഡായി, പഴഞ്ചനായി. ഇപ്പോഴത്തെ പുതിയ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ലോകത്തിലാകെ ഹൗ മെനി കോണ്ടിനെന്റ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നിസ്സംശയം പറയാം 8 ഭൂഖണ്ഡങ്ങൾ. ഏഷ്യ, യൂറോപ്പ്, ആഫ്രിക്ക, ഓസ്ട്രേലിയ, അമേരിക്ക 2ആയിട്ട് തിരിക്കുന്നു. തെക്കേ അമേരിക്ക, വടക്കേ അമേരിക്ക, അന്റാർട്ടിക്ക. 8ാമത്തെ ഭൂഖണ്ഡം സീലാൻഡിയ, ഓഷ്യാനിക് എന്ന് പറഞ്ഞിട്ടല്ലേ? ഓഷ്യാനിയ. നമ്മൾ ഈ സംസ്ഥാനത്തെ എവിടെ അധ്യാപകരെടുത്ത് ചോദിച്ചാലും അവർ പറയുന്നത് ഇപ്പോഴും 7 ഭൂഖണ്ഡം എന്നാണ്. അത് തെറ്റാണ്. കുട്ടികളെ തെറ്റ് പറഞ്ഞ് പഠിപ്പിക്കരുത്. നോളജ് ഈസ് പവർ. അറിവാണ് നമുക്ക് ആയുധം. അതുകൊണ്ട് അറിവിലേക്ക് കുഞ്ഞുങ്ങളെ കൊണ്ടുപോകണം. 2017 ഈ ഭൂഖണ്ഡം കണ്ടുപിടിച്ചത്. അതാണ് സീലാൻഡിയ. 94% കടലിനടിയിലാണ്. 49 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് അതിന്റെ വിസ്തീർണം എന്ന് പറയുന്നത്. സോഷ്യൽ സയൻസ് പഠിപ്പിക്കാൻ വന്ന സാർ നിൽക്കുന്ന പോലെ. ശ്രീവിദ്യ വേറൊരു കാര്യം കൂടെ പറഞ്ഞു. മറ്റേ പുതിയതായിട്ട് ഇപ്പൊ ഒരു ഭൂഖണ്ഡം കണ്ടുപിടിച്ചല്ലോ, കടലിന്റെ അടിയിൽ അവിടെ മനുഷ്യവാസം ഇല്ലല്ലോ. നമുക്ക് അവിടെ പോയി കോമഡി പറയാം, അപ്പൊ മികച്ച കൗണ്ടർ എപ്പോഴും നമുക്ക് കിട്ടുമെന്ന്. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നു. ഇതിന് നമുക്ക് ഈ URF വേൾഡ് റെക്കോർഡ് മാത്രമല്ല, എനിക്ക് ഇതിന് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സും കിട്ടിയായിരുന്നു. അടുത്ത ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ഗിന്നസ് വേൾഡ് റെക്കോർഡിനാണ്. അപ്പൊ ഇതല്ല ചെയ്യുന്നത്, രാജ്യങ്ങൾ എടുക്കുകയല്ല, പീരിയോഡിക് ടേബിൾസിനെ
രണ്ട് കൈയും വെച്ച് അതിസ്പീഡിൽ എഴുതും. ഇപ്പോഴത്തെ റെക്കോർഡ് എന്ന് പറയുന്നത് അമേരിക്കാന്റെ പേരിലാണ്, USA പേരിലാണ്. 1 മിനിറ്റും 25 സെക്കൻഡുമാണ് ബാക്കിയെല്ലാം. ഈ രണ്ട് കൈയും വെച്ച് അതിവേഗത്തിൽ ഷഫിളിംഗ് ആയിട്ടുള്ള ഇത്രയും എലിമെന്റ്സിനെ അതിവേഗത്തിൽ 1 മിനിറ്റ് 24 സെക്കൻഡ്സ് കൊണ്ട് അടുക്കി കഴിഞ്ഞാൽ ഗിന്നസ്, അതായത് റെക്കോർഡിന്റെ അവസാനത്തെ വാക്കായ ഗിന്നസ് നമുക്ക് എന്റെ നാട്ടിലേക്ക്, കൊല്ലത്തേക്ക് എന്തായാലും അത് നടക്കട്ടെ, സാധിക്കട്ടെ, ഉറപ്പായിട്ടും അത് ഒരു പുസ്തകം കൂടെ എഴുതിയിട്ടുണ്ട് ഞാൻ. ഓർമ്മയുടെ രസതന്ത്രം എന്ന ടൈറ്റിൽ ഒരു പുസ്തകം കൂടെ എഴുതിയിട്ടുണ്ട്. അടുത്ത് പിന്നെ ചേട്ടൻ ഇവിടെ വരുമ്പോ ഗിന്നസ് റെക്കോർഡുമായിട്ട് വരാൻ സാധിക്കും. ഓക്കെ, തീർച്ചയായും. കോമഡി മാസ്റ്റേഴ്സിന്റെ ഈ വേദിയിൽ വന്ന് നമുക്ക് ഇത്രയും ഇൻഫർമേഷൻസ് പങ്കുവെച്ചതിന് ഒരുപാട് നന്ദി. ഇനി ഞങ്ങൾക്ക് തരാൻ പറ്റുന്ന ഒരു ഇൻഫർമേഷൻ എന്ന് പറയുന്നത് സ്നേഹ സമ്മാനമാണ്. ഓക്കെ, ബാലചേട്ടാ ഒന്ന് ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതൊന്ന് നൽകാം. ലണ്ടൻ ക്ലാസിക് നൽകുന്ന ഒരു സമ്മാനമാണ് നമ്മുടെ ഡോക്ടറിന് ലഭിക്കുന്നത്. സുഖിച്ചിരിക്കണേ, കണ്ടാത്തൊന്നും വീട്ടിലെ മോലാളിയാണ്. ഡ്രൈവറെ ഇങ്ങോട്ട് പിടിടാ, അങ്ങോട്ട് പെട്ടെന്ന് കാറി കൊണ്ടുപോടാ സാധനങ്ങളൊക്കെ. സമയമുണ്ടല്ലോ, ഇങ്ങോട്ട് പിടി, അങ്ങോട്ട് പെട്ടെന്ന് പോ. ഇവിടെ നിൽക്കണ്ട, പെട്ടെന്ന് പോ. ഇത് പിടി. അല്ല മോലാളി കല്യാണത്തിന് വരില്ലേ? ഞാൻ തന്നെ പറഞ്ഞത്, എനിക്ക് വയസ്സായി, എനിക്ക് ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഒക്കെ ഉണ്ട്. അത് മാത്രമല്ല വണ്ടിക്കകത്തിരുന്ന് ഞാൻ ഛർദ്ദിക്കും ഞാൻ. അപ്പൊ ഞാൻ ഒറ്റയ്ക്കാ ചേച്ചിയെ കൊണ്ടുപോകണ്ട, ഭയങ്കര റിസ്ക് ആണ് ചേച്ചിയെ കൊണ്ടു. നീ തല ചോന്നുകൊണ്ടല്ല പോണത്, നീ കാറിലല്ലേ അവളെ കൊണ്ടുപോണത്. ഞാൻ അവളെ പിടിച്ചോട്ട് പെട്ടെന്ന് പോവാൻ നോക്കടാ. ഇത്ര ഒപ്രാളം തോന്നുന്നു. എന്തിനാ ഒപ്രാളം? അല്ല ഞാൻ ഐസായിട്ട് കൊണ്ട് പോയിട്ട് വരുമല്ലോ, പിന്നെ ഒപ്രാളം തോന്നുന്നു. ആരും ഒപ്രാളപ്പെട്ട് ചേച്ചി ചേച്ചി ശരിയായോ എന്തോ ദൈവമേ. ഞാൻ കല്യാണത്തിന് പോവാണ്. ഞാനിവിടെ എല്ലാന്ന് കരുതി അടുക്കളയിൽ കയറി ലഡുവും ജിലേബി ഒന്ന് കട്ട് തിന്നേക്കരുത്. പിന്നെ കണ്ണിൽ മരുന്ന് ഒഴിക്കാൻ മറക്കരുതേ. മരുന്ന് വയ്ക്കാം. എനിക്ക് അങ്ങോട്ടൊരു കാര്യം പറയാനുണ്ട്. കല്യാണത്തിന് പോവേണ്, 2 ദിവസം കഴിഞ്ഞേ നീ വരുള്ളൂ. അവിടെ പഴയ കുറെ കിണാപ്പ് കിളവന്മാർ വന്നിടന്ന് കറങ്ങും. അവരുടെ മുമ്പിൽ ഈ കോയ പ്ലാഞ്ചും പോലെ കിടന്ന് കറങ്ങല്ലേ. എന്റെ സുരക്ഷയെന്ന് നോക്കാൻ എനിക്കറിയാം. അല്ല, ഇത്തിരി സൗന്ദര്യം കൂടിപ്പോയി എന്റെ ഭാഗ്യലക്ഷ്മിക്ക്, അതുകൊണ്ട് പറഞ്ഞതാ. മതി കല്യാണത്തിന് പോണം. ഓക്കെ പോണേ, സൂക്ഷിച്ചു പോണം കേട്ടാ. 2 ദിവസം ഞാൻ ഇനി എങ്ങനെ തയ്ക്കും ഞാൻ ഭാഗ്യലക്ഷ്മി. വിഷമിക്കല്ലേ, 2 ദിവസം കണ്ട് ഞങ്ങൾ വരില്ലേ? പെട്ടെന്ന് പറഞ്ഞേ, ഇടക്കിടക്ക് എന്നെ വിളിച്ചോണം കേട്ടാ. പോയിട്ടോ, സൂക്ഷിച്ചു കൊണ്ടുപോണേ. നമുക്ക് വയ്യാത്താണ് അതുപോലെ കേട്ടാ. ഞാൻ എങ്ങനെ സഹിക്കും. ടാറ്റ. രണ്ടു ദിവസം ഞാൻ ഈ വീട്ടിൽ അടിച്ചു പൊളിക്കും. അടിക്കന്നടിറക്കമ്മ വല്ലാക്ക് ഞരിപ്പ് എങ്ങഞ്ച് കുലുങ്ക് തടി അടിക്കണ്ടടി മൂക്കൂത്തി മാണിക്ക ചവപ്പ് മച്ചാന ഇറുക്കതടി. ഇന്ന് ഞാൻ ഇവിടെ പൊളിക്കും. ദൈവമേ, പണ്ടാറക്കാത്ത് 2 ദിവസം കഴിഞ്ഞാൽ വരുള്ളൂ. എന്റെ ലൈനിനെ ഒന്ന് വിളിച്ചു നോക്കാം. ബേബി എവിടെ എത്തി? എന്റെ അടുത്തുണ്ടാ? ഇപ്പൊ ഒരു കാർ അങ്ങോട്ട് വെള്ളോട്ട് ഇറങ്ങി പോണ കണ്ടാ? എന്റെ ആ പെമ്പറന്നൊരു പോയ പോക്കാണ്. ബേബി ഒരു കാര്യം ചെയ്, പതുക്കെ ആരും കാണാതെ നൈസ് കോട്ടിനകത്തോട്ട് കയറി വാ. അഥവാ ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ പട്ടിക്ക് ഇഞ്ചക്ഷൻ എടുക്കാമെന്ന് പറഞ്ഞാൽ മതി. പെട്ടെന്ന് വാ. അയ്യോ, ഞാൻ ഇന്ന് തകർക്കും. എന്റെ ബേബി, ഞാൻ 10 മിനിറ്റ് ആയി പുറത്ത് വന്നിട്ട്. 10 മിനിറ്റ് അല്ലേ അവള് പുറത്ത് വന്നിട്ട്? ഞാൻ വെളുപ്പങ്കാലം 4 മണിയോടെ ഓടിക്കണം അവള് പോവാൻ വേണ്ടിട്ട്. എന്റെ സ്വീറ്റി ബേബി, സത്യം പറയട്ടാ, നിന്നെ കണ്ടു കഴിഞ്ഞാലേ AI ടെക്നോളജി പോലും തോറ്റു. അതെന്താ? അത്രയ്ക്ക് സൗന്ദര്യമല്ലേ? ഓരോ ദിവസം കഴിയുന്തോറും സൗന്ദര്യം കൂടി വന്നു. ബേബി, സമയം പോകുന്നു. നമുക്ക് കണ്ണിൽ നോക്കി കഥ പറഞ്ഞാലോ? പിന്നെന്താ, എത്ര കഥ വേണമെങ്കിലും പറയാ. ബേബി, കണ്ണിൽ നോക്ക്. എന്റെ കണ്ണിൽ നോക്ക് ബേബി, കണ്ണിൽ നോക്ക്. ഇതെന്താ ഇങ്ങനെ നോക്കണേ? എനിക്ക് ദൂര കാഴ്ചയല്ലേ, അടുത്തൊന്നും കാണാൻ പറ്റൂല. അയ്യോ, ഈ ബേബിയുടെ ഒരു തമാശ. ബേബി, ഞാനൊരു കാര്യം പറയട്ടെ. എന്താ ബേബി ഒരു കാര്യം മറന്നു. എന്ത് മറന്നു? ഞാനൊന്നും പറഞ്ഞില്ല. മറന്നില്ല സ്വീറ്റി. മറന്നു. ഞാനൊന്ന് ആലോചിച്ച് നോക്കട്ടെ. രാവിലെ BP-ക്കുള്ള ഗുളിക കഴിച്ച് ഇൻസുലിന്റെ ഇഞ്ചക്ഷൻ എടുത്ത്. അയ്യോ, മറന്നു സ്വീറ്റി, മറന്നില്ലേ? ഞാൻ പറഞ്ഞില്ലേ മറന്നു. കണ്ണിൽ ഒഴിക്കണ മരുന്ന് മറന്നു പോയി. അതല്ല, പിന്നെ എനിക്ക് ഒരു കല്ല് വെച്ച മാല വാങ്ങി തരാന്ന് പറഞ്ഞില്ലേ? കല്ല് വെച്ച മാല പറഞ്ഞു വാങ്ങി. എന്റെ സ്വീറ്റി, അത് കല്ല് വെച്ചൊരു തുണയായിരുന്നു. എന്നാ ഞാൻ ഉറപ്പാണ്? ആ കല്ല് വെച്ച ഞാൻ എറിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു വേണ്ട. ബേബി,
സ്നേഹം കൊണ്ട് തമാശക്ക് പറഞ്ഞു എന്റെ സ്വീറ്റി. ബേബി ഞാനൊരു കാര്യം പറഞ്ഞ എനിക്ക് വാങ്ങി തരുമോ? പറ, എന്തിനു വേണമെന്ന് പറ. ഇപ്പോഴേ പുതിയൊരു മോതിരം ഇറങ്ങി, നമ്മുടെ കയ്യിലിട്ടിട്ടേ ഉമ്മ വെച്ച ലൈറ്റ് കത്തും. 10 ലക്ഷം രൂപയാ. ഉമ്മ വച്ചാ കത്തണ മോതിരമല്ല, ഉമ്മ വച്ചാ കത്തണ അറിഞ്ഞാണ് ഞാൻ വാങ്ങിച്ചു തരും. വീണുരുണ്ട് ചാവണ മുമ്പേ കുറേറ്റ് ഞാൻ കത്തിക്കും. എന്റെ ബേബി, നിനക്ക് ഞാൻ നീ പ്രതീക്ഷിക്കാത്ത ഒരു 10 പവന്റെ മോതിരം കൂടി ഞാൻ വാങ്ങിച്ചു തരും. അയ്യോ സത്യം, എനിക്ക് എന്റെ ബേബി കടിച്ച് തിന്നാൻ തോന്നുന്നു. തോന്നണേ ഉള്ള കടിച്ച് തിന്ന്, ഞാൻ പോലെ നിൽക്കല്ലേ. എന്തെങ്കിലും മച്ചാക്കടേ. സന്തോഷത്തിരകളിളകി വെള്ളിച്ചിറകിൽ ഞാൻ മാനത്തൊഴുകി. ഇന്ന് നിലവെള്ളം മാനത്തിരയിലൊഴുകി കന്നിക്കനവിൽ ഞാൻ നിറമായി തഴുകി. അമ്മ, അയ്യോ, എന്തിനു ചിരിക്കണത്? എന്റെ കളി ഇഷ്ടപ്പെട്ട? അയ്യോ ഞാൻ ചിരിച്ചില്ല. ഓ ബേബി ഞാൻ ചിരിച്ചില്ല. അയ്യോ, ഇത് കോളിംഗ് ബെല്ല്. സ്വർഗത്തിലെ കട്ടും പോവാൻ വേണ്ടി ഞങ്ങൾ പിച്ചക്കാരന്മാരായിരിക്കും. പറഞ്ഞു നോക്കട്ടെ. അയ്യോ അയ്യോ, പെട്ടെന്ന് പോന്നു. എന്റെ ബമ്പർന്നവര് പറഞ്ഞു. എന്താ ബേബി? ബേബിയാ? 10-65 വയസ്സുകൊണ്ട് എനിക്ക് അപ്പന്റെ പ്രായം വേണ്ടി ബേബി ഇറങ്ങി പോയി. അടുക്കള വശത്തോട് അയ്യോ, അടുക്കള പോയി പോണ്ട. അവിടെ CC ക്യാമറ അവളെ പൊക്കും. ഫ്രണ്ട് കൂടെ പോവാ. CC ക്യാമറ കെട്ടി വലിയ ലെൻസാണ് എന്റെ ഭാര്യയുടെ കണ്ണ്, അവളെ പൊക്കും. ഞാൻ എവിടെ പോയി ഒളിച്ചിരിക്കും ബേബി? ഞാൻ ജോത്സ്യനെ കണ്ട് എഴുതിക്കൊണ്ട് വരാം. ഇറങ്ങി പോകേണ്ട സ്ഥലം ഇറങ്ങി പോകണ്ട അങ്ങോട്ട്. ഭഗവാന്, ഇവിടെ നിക്കണ കണ്ടോണ്ട് എന്റെ വയറിലെ ഉരുണ്ടേർന്ന് ബാത്റൂമിൽ പോവാൻ മുട്ടണേ. അയ്യോ ബേബി ബാത്റൂം എവിടെ? എനിക്ക് മുട്ടണ്ട്, നീ ബാത്റൂമിൽ പോകണം. എന്തിന്? അല്ല ഒളിച്ചിരിക്കാൻ. അവിടെ 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 അവിടെ. നിന്റെ ഒറിജിനൽ പേരെന്താ പറഞ്ഞത്? ഹേമ. അയ്യോ കൊള്ളാം, സിറ്റുവേഷന് പറ്റിയ പേര്. എന്റെ കൈകൾക്ക് പറക്കണേ. BP കൂടി ഒരു ഗുളി കഴിച്ചിട്ട് വരാം. അയ്യോ അയ്യോ അയ്യോ. കല്യാണത്തിന് പോയ നമ്മൾ എന്തിനാണ് വീണ്ടും വീട്ടിലേക്കാണ് തിരിച്ചു കയറി വന്നത്? ചേച്ചി ഇങ്ങോട്ട് വാച്ചി, നിങ്ങൾക്ക് കല്യാണമാണോ വലുത്? നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചാ? ഇവിടെ പോയപ്പോ മുതലാളി ഒരു ഒപ്രാളം, ഇതുവരെ ഇല്ലാത്തൊരു ഒപ്രാളം ശ്രദ്ധിച്ചായിരുന്ന? ചേച്ചി എന്താ ഇവിടെ ഒരു പെണ്ണിന്റെ മണം. അത് നിനക്ക് അങ്ങനെ അറിയാം? അല്ല, ഈ പെണ്ണുങ്ങൾ അടിക്കാൻ സ്പ്രേക്ക് പൊതുവെ ഒരു പൂവിന്റെ മണം ഇരിക്കും. അത് എന്റെ സ്പ്രേ ആടാ. ചവന്നാറി പൂവല്ലേ, നല്ല പിച്ചി പൂവിന്റെ മണം. സത്യം ഇവിടെ ഇവിടെ കൊണ്ട് മൊത്തം മണമുണ്ട്. ഇല്ലടാ, നിനക്ക് തോന്നുന്നതാ. നിങ്ങൾ തോന്നും പോലെ എന്റെ ഭർത്താവിനെ കൊല്ലാനൊരു കൊലയാളി വന്നിരിക്കുന്നേ. നിങ്ങളെ ഭർത്താവ് എന്നതാണ്ട് നിക്കർ വിട്ടോണ്ടോ? എന്താ മനുഷ്യ നിക്കറില് വാദം ഉണ്ടല്ലോ. കാര്യം തൈലം എളുപ്പമാണ് നിക്കറിട്ട്. മറ്റേ മുണ്ടിനാണെങ്കിൽ തൈലം മുണ്ടി പറ്റത്. എന്ത്? ഒന്നുമില്ല. ആർക്ക് വെള്ളം? വെള്ളം നിങ്ങൾക്ക് കുടിക്കാൻ വേണ്ടി. ഞങ്ങൾക്ക് വെള്ളം വേണം, നിങ്ങൾക്ക് തന്നെ അറിയാം. അയ്യോ അല്ലല്ല, ഇപ്പൊ എനിക്ക് BP കൂടി ഗുളി കഴിക്കാൻ വേണ്ടി വെള്ളം എടുത്താണ്. ഗുളി കഴിക്കാനാടാ. ഗുളി കഴിക്കാൻ. അപ്പൊ ഈ സമാധാനമായിട്ട് കിടക്കുന്ന വീട്ടിൽ പെട്ടെന്ന് BP വിടണമെങ്കിൽ ഇവിടെ ആരോ കയറ്റി ഒളിപ്പിച്ചിട്ടില്ലേ? ഇവിടെ ആരാ ഉള്ളത്? ഇവിടെ ആരോ ഉണ്ട്. ആരുമില്ല. ഇവിടെ ആരോ ഉണ്ട്. ആരുമില്ല. ആരോ ഉണ്ട്. ആരോ ഉണ്ട്. നിങ്ങൾ ആരും ഒളിപ്പിച്ചിട്ടുണ്ടോ? സംശയമുണ്ടോ? സംശയമുണ്ടോ? എന്നാ ഞാൻ സത്യം പറയാം. ഞാൻ അടുക്കളക്കകത്ത് പെണ്ണെ കയറ്റി ഒളിപ്പിച്ചിട്ട് പിടിക്കാൻ ഞാൻ. ആ ഗ്രൗണ്ട് മൊത്തം ബാക്കിലുള്ള പശുത്തൊഴുത്ത് വരെ നോക്ക്. പോ അവിടെ നിന്ന്. നിനക്ക് വല്ല സംശയം? എനിക്ക് സംശയമുണ്ട്. ബെഡ്റൂമിനകത്ത് നോക്കണം. ഡ്രസ്സിന്റെ മട്ട പോയി നോക്ക്. ടാങ്കിനകത്തൂടെ ഇറങ്ങി നോക്ക്. ഇവിടെ ഒന്നും ഞാൻ നോക്കില്ല. അത് ഉറപ്പാണ് അവിടെ ഒന്നും ഒളിപ്പിച്ചിട്ടില്ല. പറയാത്ത ഒരു സ്ഥലം ഉണ്ടല്ലോ, ബാത്റൂം. ഞാൻ അവിടെ പോയി ബാത്റൂം മൊത്തം വൃത്തിയായിട്ട് കിടക്കുകയാണ്. അല്ല കുഴപ്പമില്ല, ഞാൻ വൃത്തിയാക്കിക്കോളാം. എടാ അവിടെ മറ്റേ എണ്ണ വീണ് ചരക്കി കിടക്കണം. നീ ചെല്ലും ചരക്കും വീഴും തല പൊട്ടും ചാവും. കുഴപ്പമില്ല, ഞാൻ അങ്ങനെ ചത്തോട്ട്. ഞാൻ കിടന്നിട്ട് എന്ത് ചെയ്യാൻ? നീ ഇവിടെ ഡ്രൈവർ തന്നെ. എന്റെ അച്ഛനല്ല. അല്ലല്ല. വണ്ടി സാധനത്തോടാ. ഞാൻ എടുത്തോണ്ട് ചേച്ചി മൊത്തം തപ്പിക്കോ. കൊച്ചേ ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. നീ ഒരു കാര്യം ചെയ്യ്. പോലെ പോലെ ആ ഭ്രാന്തൻ ഡ്രൈവർ പറഞ്ഞു. രണ്ട് കോട്ടയം. കോട്ടയത്താണല്ലോ എന്റെ നാട്. അതുകൊണ്ട് നാടിനെ കുറിച്ച് പെട്ടെന്ന് ഓർത്തപ്പോ എന്തിനാ കമ്പി പിടിച്ചു വെച്ചിരിക്കും? രണ്ട് കോട്ടയം. എന്തിന് കുഴപ്പമൊന്നും നിനക്ക്? അല്ല, ഈ സോഫയിൽ അവിടെ കിടന്ന് കറങ്ങണ്. സോഫയിലെ പിറകെ കിടന്ന് കറങ്ങാതെ ഞാൻ അപ്പുറത്തെ വീട്ടിലെ സോഫയിലെ പിറകെ കിടന്ന് കറങ്ങട്ടാടാ. നല്ല കൗണ്ടർ. അത് ഇവിടെ എന്ന് പറഞ്ഞ കേൾക്കൂല. സോഫയുടെ ബാക്കിൽ ചെന്ന് അണ്ണു നോക്കി സംസാരിക്കടാ. നീ എന്റെ സംശയത്തെ മനെ കാണുന്നതിന്? സംശയമനെ കാണുന്നതിന്? ഇവിടെ ആരോ ഉണ്ട്. ആരും ഇല്ല. ഇവിടെ ആരോ ഉണ്ട്. ഇവിടെ ആരും ഇല്ല. മൂത്തൊക്കെ സംസാരിക്കടാ. ഇവിടെ ഒരു പെണ്ണിന്റെ മണം ഉണ്ടല്ലോ. സന്തോഷേ, നീ എന്നെ അവിശ്വസിച്ച് കഴിഞ്ഞാ നിന്നെ ഈ വീട്ടിൽ ഞാൻ പണി ഞാൻ പറഞ്ഞോളും കേട്ടാ. പൊന്നു സാറേ, എന്റെ ജോലി കളയല്ലേ. ഇപ്പൊ വന്ന്
ചേച്ചിനെ വിളിക്കാൻ പറയണ. അയ്യോ എന്താടാ എന്താ ഭാഗ്യലക്ഷ്മി, ഇവന്റെ അച്ഛൻ ചത്ത് ഫോണിപ്പോ വന്നു. എന്റെ ചത്തവന് വിശ്വാസമേ ആയിട്ടില്ലെന്ന്. ഒരു പെണ്ണ് എവിടെ? ഇവന്റെ അച്ഛന്റെ ഏറ്റവും വലിയ ആഗ്രഹം അവന്റെ അച്ഛൻ മരിക്കണം, ഇവരെ കൊണ്ട് പെണ്ണിനെ കെട്ടിക്കണമെന്ന്. എന്റെ അമ്മ, എന്റെ അമ്മ അച്ഛൻ പോയി, ഇനി അമ്മ മാത്രമേ ഉള്ളൂ. ചേച്ചി ഒരു പെണ്ണുണ്ടോ? എവിടെടാ? ഞാൻ പറഞ്ഞില്ലേ ആ മണത്തിന്റെ ആള് ഞാൻ കാണിച്ചു തരാം. വാ. എവിടെ? പെണ്ണില്ല. ഭാഗ്യലക്ഷ്മി ഇല്ല. ദൈവമേ, പലരും പറഞ്ഞിട്ട് ഞാൻ വിശ്വസിച്ചിട്ടില്ലല്ലോ ഈശ്വര. എന്റെ ജീവിതം നശിപ്പിക്കാനായിട്ട് കയറി വന്നോൾ. ആരാടി നീ? ആരാ മനുഷ്യ? നിങ്ങൾക്ക് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ പറയിപ്പിക്കും. വേണ്ട, നിർത്ത്. ഞാൻ എല്ലാ സത്യം പറയാം. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പെണ്ണല്ല. പിന്നെ ആണാണോ? ആണല്ല. ആണുമല്ല പെണ്ണുമല്ല ഭൂതമല്ല ചാത്തനുമല്ല പിന്നെന്താ റോബോട്ടാ? റോബോട്ട് 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 എടി ഇത് റോബോട്ടാണ്. റോബോട്ട് കുറച്ച് റോബോട്ട് അഭിനയിച്ചോണേ. ഈ ഭാഗ്യലക്ഷ്മി, നാളെ നമ്മുടെ വിവാഹ വാർഷികമല്ലേ? നിനക്ക് സർപ്രൈസ് ഗിഫ്റ്റ് ആയിട്ട് ഞാൻ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന റോബോട്ടാണ്, ഫീമെയിൽ റോബോട്ട്. ചുമ്മാ റോബോട്ട് എന്ന് പറയുമ്പോൾ അബു സലീമിനെ പോലെ ഇങ്ങനെ നടക്കണം. റോബോട്ട് അല്ല, ഞാൻ വിശ്വസിക്കില്ല. റോബോട്ട് നിന്റെ ഞാൻ ഫോൺ വിശ്വസിക്കില്ല. നിന്റെ ഫോൺ ഞാൻ കണ്ട റോബോട്ട് ഇങ്ങനെയല്ല. അല്ല ഗൂഗിൾ അമ്മച്ചി റോബോട്ട് ടീച്ചേഴ്സ് പ്ലീസ്. കൊണ്ടുകൊണ്ടാന്ന് പറഞ്ഞാ അങ്ങോട്ടാ റോബോട്ട് കണ്ടാ എന്റെ മനുഷ്യർ തോറ്റു, അതുപോലത്തെ റോബോട്ടാണ്. അവളെ പോലെ തന്നെയുള്ള റോബോട്ട്. കണ്ട അല്ല ഇതിലുണ്ട്, പക്ഷെ ഇത് റോബോട്ട് അല്ല. റോബോട്ട് അല്ല ഈ റോബോട്ട് ആണെങ്കിൽ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഇത് ചെയ്യും നോക്ക്. എല്ലാം ചെയ്യും. നീ എന്തെങ്കിലും പറഞ്ഞു നോക്ക്, അതുപോലെ എല്ലാം ചെയ്യും റോബോട്ട്. ഞാൻ പറഞ്ഞു നോക്കട്ടെ. റോബോട്ട് ആ റിമോട്ടിങ് എടുക്കൂ. ഓക്കെ മാഡം. കണ്ടാ റിമോട്ട് എടുത്താ കണ്ടാ? ഞാൻ പറയല്ല. റോബോട്ട് ആ ഫ്ലവേഴ്സ് ഇങ്ങോട്ട് എടുക്കൂ. ഓക്കെ മാഡം. ചുമ്മാ ഇത് വിശ്വാസമില്ലെന്ന് ചോദിച്ചു നോക്ക്. ഞാൻ ഒന്ന് പറഞ്ഞു നോക്കട്ടെ. ഈ റോബോട്ട് ചെയ്യൂലെന്നറിയാം. റോബോട്ടെ ഈ ചുണ്ടിന്റെ ഈ സൈഡിലായിട്ട് ഒരു ഉമ്മ അതാ നോക്കട്ടെ. ഇവിടെ 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 സ്ത്രീ സുരക്ഷ ഉറപ്പാക്കുന്ന ചിപ്പ് ഘടിപ്പിച്ച ഉറപ്പാട്ടാ അത്. എന്നാലും എനിക്കൊരു സംശയമുണ്ട്. സംശയം ക്ലിയർ ചെയ്യണം. പറ. ഞാനൊന്ന് വിശദമായിട്ടൊന്ന് തൊട്ട് നോക്കട്ടെ. എനിക്ക് വന്നിട്ട് തൊടാൻ പറ്റില്ല, നീ പോയി തൊട്ട് നോക്ക്. നീ തൊടണ്ട. റോബോട്ട് ആണെങ്കിൽ അതൊരു പെണ്ണ, നീ തൊട്ട് അത് ഇല്ലാണ്ടാക്കണ്ട. സമ്മതിക്കൂല. മിഷ്യന് പോലും എന്നെ വേണ്ട. മിഷ്യന് പോലും ചേച്ചി ഒന്ന് തൊട്ട് നോക്ക്. ഞാൻ തൊടാം. തൊട്ട് ശരിയെടാ, നല്ല പതുപതുപ്പെടാ. അതൊന്നും വേണ്ട. അതെ ഉണ്ടാ അതേടാ. ഞാനും കൂടെ തൊട്ട് നോക്കട്ടെ ചേച്ചി. വേണ്ട നീ തൊടണ്ട. ഞാൻ തൊട്ടാ മതി. ഞാൻ തൊട്ടറിഞ്ഞ. എന്നാലും എനിക്ക് വിശ്വാസമല്ലേ ചേച്ചി? വേണ്ട. കാരണം ഒരു കാര്യം ചെയ്യ്, ഈ റോബോട്ടേക്ക് ഇക്ലിയാവൂലേ ചേച്ചി? ഒന്ന് ഇക്ലിയാക്ക്. ഒന്നും കൂടെ ഇക്ലിയാക്കണം. അല്ല അവിടെ ഇക്ലിയാവുമ്പോ ഇവിടെ ചിരിക്കേണ്ട കാര്യം. റോബോട്ട് ചിപ്പ് എന്റെ ഇരിക്കുന്നത്. ഇപ്പൊ നിങ്ങളെ അപ്പൊ ഇവിടെ ഇക്ലിയാക്കി അവിടെ നോക്കട്ടെ. ചിപ്പ് ഇവിടെയാണ്. ഒന്നുകൂടി. ചിപ്പ് ഇവിടെയാണല്ലേ? ഒരു മിനിറ്റ്. വാ അങ്ങോട്ട് മാറി നിന്ന് സംസാരിക്കാം. വിശ്വാസമായില്ലേ? അതാരാ പോണു? ആരാ പോണു? റോബോട്ടിന്റെ കമ്പനി വിളിക്കണായിരിക്കും. റോബോട്ടിന്റെ കുഞ്ഞമ്മ അവിടെ മക്കളെ മുറുക്കാൻ മാഞ്ഞോണ്ട് വരാൻ വേണ്ടി വിളിക്കണം. റോബോട്ടിന്റെ ഫോണ് ഇവിടെ ചിപ്പല്ലേ? ഹലോ ബേബി, എവിടാ? ഞാൻ എന്റെ ബേബിയുടെ ലവർ. ഇതാരടേ? പേരെന്തോന്ന് ലവറിന്റെ? ഫ്രാങ്ക്. ഭ്രാന്തനാ? ഫ്രാങ്ക്. ഇപ്പൊ മനസ്സിലായി. ഇപ്പൊ ഇവിടെ കൂടുതൽ ഡീറ്റെയിൽ അറിയാം. ഇവിടെ റോബോട്ട് അല്ലേ? അതെ. നിങ്ങളുടെ ബേബിയുടെ അച്ഛന്റെ പേരെന്തോന്ന്? സുധാകരൻ. അയ്യോ, റോബോട്ടിന്റെ അച്ഛന്റെ സുധാകരൻ. ഈ സുധാകരൻ എന്തോന്ന് ജോലി? തൊഴിലുറപ്പിന് പോണം. എന്ത് തൊഴിലുറപ്പിന് പോണ സുധാകരന്റെ മോള് ദാണ്ട് ഇവിടെ നിൽക്കുന്ന റോബോട്ടായിട്ട്. ഇവിടെ ഒരു കാര്യം ചെയ്യ്, അവളെ നിന്റെ കൈ വിട്ടു പോയി. നീ വന്നിട്ട് കാര്യമില്ല, ചിപ്പ് വേറെ തന്റെ കയ്യിൽ വേണ. ഇപ്പൊ മനസ്സിലായി. ഇപ്പൊ മനസ്സിലായ ആദ്യമുള്ള അതേ മണം ഇവിടെ ആള്. ചിപ്പ് ആരുടെ കയ്യിലെന്നാ പറഞ്ഞു? ചിപ്പ് എന്റെ കയ്യിൽ. ഏത് ഭാഗത്തായിട്ടിരിക്കുന്നത്? ഇവിടെ ഇങ്ങനെ താഴോട്ട്. ഏത് ഭാഗത്ത്? ആ ഭാഗം തൊട്ട് കാണിച്ചേ. റോബോട്ട് അങ്ങോട്ട് ഓടി. നല്ല മലയാളിയുടെ റോബോട്ട് അങ്ങോട്ട് ഓടിയെന്നാക്കാതെ വല്ല കാര്യം മാറെന്ന് പറയാ. ഉള്ള ചിപ്പ് അവൾ ഇടിച്ച് പൊട്ടിച്ചില്ലേ? ഇത് റോബോട്ട് പോയാ എന്ത് തിന്നാ എന്ത്? അയ്യോ. ബെസ്റ്റ് ഫ്രണ്ട്സ് പ്രമാണി, ഇങ്ങനെ ഇരുന്നാ മതിയോ? നമുക്കങ്ങ് അവാർഡൊക്കെ അങ്ങ് പ്രഖ്യാപിക്കണ്ടേ? മികച്ച ചളി, മികച്ച കൗണ്ടർ, പോരാത്തതിന് നമ്മുടെ ഫസ്റ്റ് മികച്ച ചളിയിലേക്ക് നമുക്ക് പോവാം. ആദ്യം തന്നെ അൺഡൗട്ടഡ്ലി ഞാനല്ല, the unanimous champion, കോനേതു ചളി ചാമ്പ്യൻ
ശ്രീവിദ്യ. ഒരു സെക്കൻഡ് ശ്രീവിദ്യ അടിക്കാനായിരിക്കും இங்க வாமா. இங்க வாமா. என்ன அன்னை ஓகே நீயே சொல்லு எந்த அது கவுண்டர் நீயே இந்த ஷோல ഏറ്റവും ബെസ്റ്റ് ചലിയായിരുന്നു എന്റെ അച്ഛനായിരുന്നു. നിന്റെ MLA പേരെന്താ? അങ്ങനെയില്ല, എനിക്ക് കേരളത്തിലെ എല്ലാം എന്റെയാണ്. നിന്റെ നിയോജക മണ്ഡലം പറ. എന്റെ നിയോജക മണ്ഡലം ഉദുമ. ഉദുമയുണ്ടല്ലോ CH കുഞ്ഞമ്പു. അയ്യോ എന്റെ അച്ഛൻ, അയ്യോ എന്റെ അച്ഛൻ, അയ്യോ ആണ് അച്ഛനാണോ? എന്റെ അച്ഛന്റെ പേര് കുഞ്ഞമ്പു എന്നാണ്, പക്ഷെ CH കുഞ്ഞമ്പു ആണ്. വീട്ടിലേക്ക് പോ, അച്ഛനും കൊടുത്തോളൂ. അച്ഛന് ഒരുപാട് അവാർഡുകളുണ്ട്, ഞാനടക്കം. താങ്ക് യു ചേട്ടാ. കൊള്ളാം. ഇനി അടുത്തത് ബെസ്റ്റ് കൗണ്ടർ. അതൊക്കെ ശ്രീവിദ്യ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. മസാജ് ഇത് വന്നപ്പോ ഒടിഞ്ഞ എല്ല് നിന്റേതാണ് അമ്മൂമ്മയുടേതാണ് ചോദിച്ചത്. ഞാൻ തായ്ലൻഡിലെ മസാജ് കേട്ടിട്ടുണ്ട്. അപ്പൊ അവിടെ പോയപ്പോ എനിക്ക് ഫസ്റ്റ് പ്രയോറിറ്റി മസാജ് ചെയ്യണമായിരുന്നു. ഞാൻ പോയി, നിങ്ങൾ വിശ്വസിക്കില്ല, 70 വയസ്സായ ഒരു അമ്മൂമ്മ, എന്റെ അച്ഛമ്മയുടെ പ്രായമുള്ള ഒരു അമ്മൂമ്മ, അമ്മൂമ്മ അങ്ങ് കേറി നിന്നിട്ടില്ല. എനിക്ക് എല്ലാം ഒടിയുന്ന ഒച്ച ഇങ്ങനെ കേൾക്കാം. പക്ഷെ അതാണ് വേൾഡിലെ ഏറ്റവും നല്ല മസാജ്. അമ്മൂമ്മ അപ്പൂപ്പന അമ്മൂമ്മ ഇത് എല്ലാം ഒടിഞ്ഞ് നിന്റെ അമ്മൂമ്മ. യൂഷ്വൽ ഇത് ഈ മസാജിങ് വിട്ട് പോണില്ലല്ലോ അണ്ണ. ഇനി പ്രേക്ഷകരെല്ലാരും ഒരേപോലെ ഒറ്റുനോക്കുന്ന ആ ഒരു അവാർഡ്, അതായത് ബെസ്റ്റ് കര, മികച്ച കര ആരാണ്? തെക്കേക്കരക്കാരാണോ വടക്കേക്കരക്കാരാണോ എന്നുള്ളതാണ് നമ്മൾ അറിയാൻ പോകുന്നത്. മൈക്കാണ് തലവണ്ടിടിച്ചു പൊട്ടിക്കാനായിരിക്കും. അതെ. ഇപ്പൊ ജയിക്കുന്ന ടീം തോൽക്കുന്ന ടീമിലിരുന്ന് അവരെ കൊണ്ട് ഒരു ടാസ്ക് തരും. ഫോർ എക്സാമ്പിൾ മിമിക്രിന്ന് വെച്ചേക്കാം. ഓക്കെ, ഫിക്സ് ചെയ്യാം. എനിക്ക് തോന്നുന്നു 2 ടീം നല്ല കട്ടയ്ക്ക് നിന്നു. പക്ഷെ എന്നാലും ഒരു ഘട്ടമേള് കൊഞ്ചം എന്റർടൈൻമെന്റ് തോന്നിയാണ്. അവരാണ് ജയിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് നിങ്ങൾക്കാണ് പക്ഷെ കൊടുക്കേണ്ടത് ഇവിടെയാണ്, അതായത് തോക്കുന്ന ടീമിക്ക്. അതല്ലേലും അങ്ങനെ ചേട്ടാ, നമ്മൾ ജയിച്ചിട്ട് എന്തെങ്കിലും തരും, എന്നിട്ട് അങ്ങോട്ട് നമ്മൾ ഇരുന്നിരുന്ന് ജയിച്ച ഒന്നിലും പുളി തീറ്റി. നിങ്ങൾക്ക് ഒരു സന്തോഷമില്ലടാ ജയിച്ചേല്. ഞങ്ങൾ ആക്കുന്നതാണോ എന്ന് തോന്നും. അല്ലല്ലോ അല്ലേ, അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞങ്ങൾ എപ്പോഴും ഞങ്ങളല്ലേ ജയിക്കുന്നത്. ഇതാ മിമിക്രിയെ 2 കിളി ഒരു പൂച്ച. നോബി മിമിക്രി ചെയ്യ്. This is wrong. അങ്ങനെ പറയരുത്, നിങ്ങൾ അങ്ങനെയല്ല. അത് ശ്രീവിദ്യക്ക് നമ്മളെ ചെളി കൊടുത്തിരിക്കണം. അതല്ല, അത് ഇപ്പൊ നോബിയുടെ കൗണ്ടറിന് പറയേണ്ട കാര്യമില്ല. ഇതിപ്പാ മന്ത്രിയുടെ പേര് വെച്ചപ്പോ അച്ഛന്റെ പേര് പറഞ്ഞ ശ്രീവിദ്യ പൊട്ടെന്ന് പറഞ്ഞാൽ ലോക പൊട്ടാണ്. അങ്ങനെ കിട്ടി എനിക്ക് ഒരു പൊട്ടന്. ജയൻ സാറിനെ കാണിക്കോള്. ജയൻ സാറിനെ കാണിക്കും. What did you say? You beggars? Maybe we are coolies, trolley pullers, but we are not beggars. Correct ആയോ? ഇങ്ങനെ കൂടെ ഇല്ലേ? അല്ലല്ല, അടുത്ത് ശ്രീവിദ്യ ഡയാനെ കാണിക്കും. ഡയാന എന്താണെന്നറിയോ, ഇവക്ക് കുറച്ച് സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. അപ്പൊ ഇത്രയും വർഷം കൂടെ ഉള്ളതുകൊണ്ട് എനിക്കിതറിയാം. ഇപ്പൊ നമ്മള് സംസാരിച്ചോണ്ടിരിക്കെ അതിന്റെ ഇടയ്ക്ക് ഇവള് കേറി വരികയെന്ന് വിചാരിക്കേ. അപ്പൊ ഇവളിങ്ങനെ വരും, ദൂരത്തിന് ഒരു ചായ കയ്യിലുണ്ടെങ്കിൽ അവളിങ്ങനെ വരും. എന്ത് സംസാരിക്കുന്നേ? ആണ്. പിന്നെ ഇവള് ക്ലോസിൽ ഇവള് ലെൻസ് വെച്ചില്ലെങ്കിൽ ഇവള് മേക്കപ്പ് ചെയ്യുന്നത് ഭയങ്കര രസമാണ്. ഇവള് മറ്റേ ഇതെടുക്കും, ബ്ലെൻഡർ. ചെറിയൊരു എന്നിട്ട് ഇവള് ലിപ്സ്റ്റിക് ഇടും. ഇവിടെ ഇടത്തില്ല. ഇവള് ലിപ്സ്റ്റിക് ഇടുന്ന ഭയങ്കര വെറൈറ്റി ആണ്. ഈ 2 ഗ്യാപ്പിൽ ഇടത്തില്ല, ഇവിടെ മാത്രമേ എടുത്തുള്ളൂ. ഇതേപോലെ ഭയങ്കര കൃത്യമായിട്ടൊക്കെ ഒബ്സർവ് ചെയ്തു. എനിക്ക് ഇഷ്ടമാണ്. ശ്രീവിദ്യ അടുത്ത എപ്പിസോഡിൽ ശ്രീവിദ്യയുടെ ഫസ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത് ഡയനെ മിമിക്രി ചെയ്തു. അപ്പത്തേക്ക് അവൾ എന്നെ കൊല്ലും. ഈശ്വരാ, ഇപ്പൊ തന്നെ വൈൻഡപ്പ് ചെയ്ത് പോകുന്നതാണ്. നല്ല ബാലചേട്ടാ, അതല്ലേ കറക്റ്റ്? എന്നാ നമുക്ക് അടുത്ത ദിവസം കാണാം. Why so serious? കോമഡി മാസ്റ്റർ ഫുൾ ഓൺ ഫൺ. ബൈ ബൈ.